ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നേടാം എൽ പി യു പിയുടെ അപ്ഡേറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേടാം എൽ പി യു പി എന്ന സീരീസിലെ ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ബുക്സ് എല്ലാം റെഫർ ചെയ്തിട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വെച്ചുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റം വന്നതോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ക്ലാസ്സസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും ഈ കൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റഡ് ക്ലാസ്സസും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ SCERTയും പുതിയ SCERTയും പിന്നെ ആ ഒരു ടോപ്പിക്ക് മാറ്റം വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഴശ്ശി വിപ്ലവത്തിൻ്റെ പുതിയതും പഴയതുമായ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ടോപ്പിക്കാണ്. സോ ഞാൻ താഴെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം, അതിൽ പ്ലേലിസ്റ്റ് പിൻ ചെയ്യാം. അന്നേരം ഈ രണ്ട് ടോപ്പിക്കും വരുന്ന വീഡിയോസ് ഉണ്ട്, അതൊന്ന് കാണുക. കൂടെ തന്നെ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ പഴയ SCERT കണ്ടൻറ്റിലോട്ട് പോവാം. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ നോക്കി, തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ ബ്രിട്ടീഷുകാർ കൈകടത്തി തുടങ്ങിയപ്പോഴാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും എല്ലാം അവർക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങുന്നത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ നോക്കി, 1809 ജനുവരി 11 കുണ്ട്ര പ്രൊക്ലമേഷൻ, കുണ്ട്ര വിളംബരം നടത്തുന്നത്. അവിടെ നിന്നാണ് വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളോട് ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ഇവർ ആക്രമിക്കുകയുണ്ടായി. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുന്ന ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ അവർക്ക് എതിർത്ത് പോരാടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ എന്ത് ചെയ്യാണ്, മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്ത ശേഷവും ഇദ്ദേഹത്തോട് ദേഷ്യം അവരെങ്ങനെയാണ് കാണിച്ചെന്നുള്ള കാര്യം നോക്കി, അരിശം തീരാതെ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ കെട്ടിത്തൂക്കി. അപ്പോൾ ആ ഒരു ദേഷ്യം അവർ ആ ഒരു മൃതശരീരത്തിനെ പോലും വെറുതെ വിടാതെ കണ്ണൻമൂല പറഞ്ഞ സ്ഥലത്ത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ വെച്ചിട്ട് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. ദെൻ പാലിയത്തച്ഛൻ എന്ത് ചെയ്യാണ്, മദ്രാസിലേക്ക് നാട് കടത്തിയും കൂടി വിടുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഴശ്ശിരാജയുടെ കാര്യങ്ങൾ പറഞ്ഞു. സോ പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാലോ ജനകീയമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ തുടർന്നു. അപ്പോൾ ഇവർ 3 പേരും പരാജയപ്പെട്ടതോടെ അവിടുത്തെ നാടുവാഴികൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള എതിർക്കാനുള്ള ആ ഒരു ശക്തി ഇല്ലാണ്ടായില്ല. എന്നാലും ജനകീയമായിട്ടുള്ള ചെറുതുനിൽപ്പുകളൊക്കെ സ്റ്റിൽ അവിടെ ആ ഒരു സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പഴയ SCERTയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷെ പുതിയ SCERTയിൽ കുറേ കാര്യങ്ങൾ സ്റ്റോറി പോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടായതും ദെൻ ഇവരെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ന്യൂ SCERTയിൽ പറയുന്നുണ്ട്. അത് നമുക്കൊരു കഥ പോലെ തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. അപ്പോൾ വേലുത്തമ്പി ആരായിരുന്നു, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി എന്ന് പറയുന്നത്. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ 1805 എന്ത് സംഭവിക്കുകയാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒരു കരാർ വരുന്നു. അതിലൂടെയാണ് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും പിന്നീട് എന്താവുകയാണ്, ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാള റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിനിടയാക്കി. അപ്പോൾ ഈ ഒരു ടാക്സ് അല്ലെങ്കിൽ നികുതി കുടിശ്ശിക അടയ്ക്കാൻ പറഞ്ഞതും അതുപോലെ തന്നെ ദളവിയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ ഓർഡേഴ്സ് എല്ലാം ഈ മെക്കാള എന്ത് ചെയ്യുന്നു, റദ്ദാക്കിയും കൊണ്ട് എന്തായി, നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് ദേഷ്യം പിടിച്ചു അല്ലേ. അങ്ങനെ ബ്രിട്ടീഷുകാരും ഈ പറഞ്ഞ വേലുത്തമ്പി ദളവയും തമ്മിൽ സംഘർഷത്തിന് തുടക്കമിടുകയാണ്.
സോ ഈ ഒരു രീതിക്ക് തന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിൽ അല്ലെങ്കിൽ മെക്കാളയും തമ്മിലുള്ള ആ ഒരു സംഘർഷം സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്നും സമാനമായ അനുഭവം നേരിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കൊച്ചിയിലും ഇതേപോലെ അവിടുത്തെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും ഇതേപോലെ മെക്കാളയിൽ നിന്ന് ഇതേപോലത്തെ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേലുത്തമ്പിയും പാലിയത്തച്ഛനും രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന പോലെ വേലുത്തമ്പി ദളവയ്ക്കും പാലിയത്തച്ഛനും ഒരൊറ്റൊരു ശത്രുവായിരുന്നു അല്ലേ മെക്കാളെ. സോ ഈ മെക്കാളെ ഇവർ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് ഒത്തുചേർന്ന് എന്ത് ചെയ്യാണ് രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് അങ്ങനെയാണ് മെക്കാളയുടെ ക്യാമ്പ് എല്ലാം ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ നിന്നും നമ്മുടെ മെക്കാളെ എന്ത് ചെയ്യണം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ മെക്കാളെ രക്ഷപ്പെട്ടു. അതിനുശേഷം 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. നമ്മൾ കുണ്ട്ര പ്രൊക്ലമേഷൻ കുണ്ട്ര വിളംബരം നടത്തുകയായിരുന്നു ചെയ്ത് 1809 ജനുവരി 11. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ വർഷം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനുശേഷം നമുക്ക് നോക്കാം. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. അപ്പോൾ അവിടുത്തെ തിരുവിതാംകൂർ രാജാവിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു ദളവയുടെ ഈ ഒരു നീക്കം ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എന്ത് ചെയ്യുക, നമ്മുടെ വേലുത്തമ്പി ദളവ നാട്ടുകാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് വേലുത്തമ്പി എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടരുന്നു. അങ്ങനെ കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും എന്ത് സംഭവിക്കുകയാണ് കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് തിരിച്ചടിയായി. പക്ഷേ എന്ത് സംഭവിക്കുകയാണ് കമ്പനി സൈന്യത്തോട് നമ്മുടെ വേലുത്തമ്പി ദളവ പരാജയപ്പെടുകയും കൂട്ടുകാരനായ നമ്മുടെ പാലിയത്തച്ഛൻ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്, സഖ്യത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് എന്താ വലിയൊരു തിരിച്ചടിയാണ്. അങ്ങനെ അദ്ദേഹം ദളവാപതി. അപ്പോൾ അദ്ദേഹത്തെ ഓൾറെഡി നമ്മുടെ തിരുവിതാംകൂർ രാജാവിന് ഈ നമ്മുടെ വേലുത്തമ്പി ദളവയുടെ ഈ ഒരു നീക്കങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കറക്റ്റ് മുതലാക്കി അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്നും രാജാവ് നീക്കവും കൂടി ചെയ്തു. സോ തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം അഭയം തേടിയ മണ്ണടിയിൽ സ്ഥലത്ത് വെച്ച് നമ്മുടെ വേലുത്തമ്പി ദളവയെ പിടികൂടിയപ്പോൾ അവർക്ക് പിടികൊടുക്കാതെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓക്കെയാണ്. ഇത്രയാണ് നമ്മുടെ പുതിയ SCRTയിൽ തന്നേക്കുന്നത്. ഒരു കഥ പോലെ ഉണ്ട് കേൾക്കാനല്ലേ. അപ്പോൾ നോക്കിയേ, കുണ്ടറ വിളംബരത്തെക്കുറിച്ച് പറയുന്നത് നോക്കൂ. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയെടുക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. ഓക്കെയാണല്ലോ, സെറ്റ്. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആയതും ഇവരെ മരണം അല്ലെങ്കിൽ തിരിച്ചടി ആയതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിന് ശേഷം കൊച്ചിയും പാലിയത്തച്ഛനും നോക്കാം. കൊച്ചിയിലെ പ്രധാനമന്ത്രി ആയിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ തിരുവിതാംകൂറിലെ ദളവയുമായിട്ട് തമ്മിൽ രണ്ടുപേരും കൂടി അല്ലേ ശത്രു മിത്രം എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് പാലിയത്തച്ഛന് എതിർത്തിരുന്നു. ഇതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നരൂക്ഷമായി. ഈ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ പാലിയത്തച്ഛനെ വിലക്കിയതും അതുപോലെ തന്നെ നമ്മുടെ പാലിയത്തച്ഛന് ഒരു ശത്രുവിനെ മെക്കാളെ അഭയം നൽകിയതൊക്കെ പ്രശ്നം ഇവർ തമ്മിലുള്ള ബ്രിട്ടീഷുകാർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമാക്കും. ദെൻ തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് പാലിയത്തട്ടൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെയാണ് തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് പാലിയത്തച്ഛൻ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ ശക്തമായി ചേർത്ത് നിന്നെങ്കിലും ഒടുവിൽ എന്ത് സംഭവിക്കണം, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദ്രാശിയിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തിരുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ ആ സംഭവം സെയിം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഫ്ലോ ഒരു കഥ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എതിർത്തെങ്കിലും അവസാനം എന്താണ് നമ്മുടെ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുകയും അതുപോലെ തന്നെ പാലിയത്തച്ഛൻ നാട് കടത്തപ്പെടുകയും ചെയ്യുകയായിരുന്നു.
ഓക്കെ, ഇനി എന്താണ് പാലിയത്തച്ഛൻ? ആ ഒരു പദവിയാണ്. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിൽ പാലിയത്തച്ഛനും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട് വരും നമ്മുടെ പുതിയതും പഴയതുമായിട്ടുള്ള SC ഫാക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, അപ്പോൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ്, കുറേ എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം വരുന്ന ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യം സെറ്റായി. അപ്പോൾ പഴയതും കിട്ടി, പുതിയതും കിട്ടി, എക്സ്ട്രാ ഫാക്റ്റുകളും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് ഈ അപ്ഡേറ്റ് ആയിട്ട് പോകുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിക്കാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയത് നമ്മൾ കുറേ ക്ലാസ്സസ് ഡീറ്റെയിൽ ചെയ്ത ക്ലാസ്സസിനെല്ലാം ഇതുപോലെ തന്നെ SCRT കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് എല്ലാ കാര്യവും നമുക്ക് സെറ്റാക്കാം. പറ്റാവുന്ന മാക്സിമം ക്ലാസ്സസും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കീപ്പ് വാച്ചിങ്. താങ്ക് യു.